ലോകത്തിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന എംപ്ലോയീസ് പൈലറ്റുമാരോ സീനിയർ ഡോക്ടേഴ്സോ ഈവൻ ഗൂഗിളിൻ്റെ CEO ഒന്നല്ല, അത് ഹെഡ്ജ് ഫണ്ട് മാനേജേഴ്സാണ്. അവർ ഏൺ ചെയ്യുന്ന എമൗണ്ട് എത്രയാണെന്നറിയോ? 2024 ഡാറ്റാസ് പ്രകാരം ഏറ്റവും കൂടുതൽ ഏൺ ചെയ്തിട്ടുള്ളവരുടെ ലിസ്റ്റാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയായിട്ടുള്ള ആപ്പിളിൻ്റെ CEOൻ്റെ സാലറി വെച്ച് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 2024 ടിം കുക്കിൻ്റെ സാലറി എന്ന് പറയുന്നത് $74 മില്യൺ ആയിരുന്നു. അതായത് ഏകദേശം 650 കോടി രൂപയ്ക്ക് മേലെ. മറിച്ച് ടോപ്പ് ഏണിങ്സ് വാങ്ങിയ ഹെഡ്ജ് ഫണ്ട് മാനേജേഴ്സിൻ്റെ ഏണിങ്സ് എന്ന് പറയുന്നത് $4 ബില്യൺ ആണ്. ഏകദേശം ഒരു 35,000 കോടി രൂപ. അപ്പോൾ എന്തിനായിരിക്കും ഇവർക്ക് ഇത്രയും വലിയ പേയ്മെൻറ്റ് കൊടുക്കുന്നത്? എന്താണ് ഹെഡ്ജ് ഫണ്ട്? ഹെഡ്ജ് ഫണ്ടിൻ്റെ ഹെഡ്ജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രൊട്ടക്റ്റ് എന്നാണ്. അതുപോലെ ഫണ്ട് എന്നത് മണിയും. അപ്പോൾ പ്രൊട്ടക്റ്റ് ദ മണി. ഒക്കെ മനസ്സിലായില്ലേ? ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ അവിടുത്തെ ഫണ്ട് മാനേജേഴ്സ് ഈ പൈസ എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്സിലായിരിക്കാം, അതുപോലെ ഗവൺമെൻറ് ബോൺസിലായിരിക്കാം, കോർപ്പറേറ്റ് ബോൺസിലായിരിക്കാം, സംടൈംസ് ഈവൻ ഇൻഡെക്സ് ഫണ്ട്സിലും ആയിരിക്കാം. ഇതെല്ലാം കമ്പാരിറ്റീവ്ലി സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. എന്നാൽ ഹെഡ്ജ് ഫണ്ട്സ് ഈ പൂൾഡ് എമൗണ്ട്സ് എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്സിലായിരിക്കും. അതിപ്പോൾ ബൈയിങ് ആവാം, ഷോർട്ടിങ് ആവാം, പിന്നെ ഡെറിവേറ്റീവ്സിലായിരിക്കാം, കമ്മോഡിറ്റീസിലായിരിക്കാം, കറൻസീസിലായിരിക്കാം ലൈക്ക് ഫോറക്സ്, റിയൽ എസ്റ്റേറ്റിലായിരിക്കാം, ഈവൻ സ്റ്റാർട്ടപ്സിലും ഡിസ്ട്രസ്ഡ് കമ്പനീസിലും വരെ അവർ ഇൻവെസ്റ്റ് ചെയ്യും. ഡിസ്ട്രസ്ഡ് കമ്പനീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക്രപ്സി ആയിട്ടുള്ള കമ്പനീസാണ്. അപ്പോൾ ഇത്രയും വലിയ റിസ്ക് എടുക്കുന്ന ഈ ഒരു ഹെഡ്ജ് ഫണ്ടിൽ ആരായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക? അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഹെഡ്ജ് ഫണ്ടിൻ്റെ ക്ലയൻസും ഫീസ് സ്ട്രക്ചേഴ്സും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസും അതുപോലെ തന്നെ ഇതിൻ്റെ റിസ്ക് ആൻഡ് റെഗുലേഷൻസും നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. അപ്പോൾ ഹെഡ്ജ് ഫണ്ടിൻ്റെ ക്ലയൻസ് ആരൊക്കെയാണ്? ഹെഡ്ജ് ഫണ്ടിന് മെയിൻലി 2 ടൈപ്സ് ഓഫ് ക്ലയൻസ് ആണുള്ളത്. ഒന്ന് ജനറൽ പാർട്ട്നേഴ്സ്. ഇവരാണ് മണി കൺട്രോൾ ചെയ്യുന്നത്. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസും ഇവരാണ് എടുക്കുന്നത്. അടുത്തതാണ് ലിമിറ്റഡ് പാർട്ട്നേഴ്സ്. ഹെഡ്ജ് ഫണ്ടിന് ഒരു റെസ്റ്റോറൻ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ അതിൽ ജനറൽ പാർട്ട്നേഴ്സാണ് ഷെഫുമാർ. അവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആൾക്കാരാണ് ലിമിറ്റഡ് പാർട്ട്നേഴ്സ്. അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് പാർട്ട്നേഴ്സ് പല വിധത്തിലുള്ള ആൾക്കാരാവാം. പെൻഷൻ ഫണ്ട്സ് ആവാം, സോവറിൻ ഫണ്ട്സ് ആവാം, എൻഡോവ്മെൻറ്റ്സ് ആവാം, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ആവാം. ഇത് കണ്ടപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു സാധാരണ ഇൻഡിവിജ്വൽ പേഴ്സണ് ഹെഡ്ജ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അഥവാ അങ്ങനെ ഒരു പേഴ്സൺ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, മിനിമം 1 കോടി രൂപയെങ്കിലും ഹെഡ്ജ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളായിരിക്കണം. അതായത് ഹൈലി റിസ്ക് ഉള്ള മേഖലയാണിത്. സോ എല്ലാവിധ കോൺസിക്വൻസസും നേരിടാൻ ഓക്കെയുള്ള ആളായിരിക്കണം. മിനിമം ആനുവൽ ഇൻകം 50 ലക്ഷത്തിന് മേലെങ്കിലും ഏൺ ചെയ്യുന്ന ആളായിരിക്കണം. അതുപോലെ തന്നെ ഇതിനൊരു ലോക്കപ്പ് പീരീഡ് ഉണ്ട്. ഇഷ്ടമുള്ളപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത മണി വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ 1 വർഷമായിരിക്കാം, ചിലപ്പോൾ 2 വർഷമായിരിക്കാം. ലോക്കപ്പ് പീരീഡ് കഴിയാതെ മണി വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ഇനി ഫീസ് സ്ട്രക്ചേഴ്സ് നോക്കാം. ടിപ്പിക്കലി 2 ടൈപ്സ് ഓഫ് ഫീസ് സ്ട്രക്ചേഴ്സ് ആണ് ഹെഡ്ജ് ഫണ്ടിനുള്ളത്. 2+20 എന്നാണ് ഇതിന് പറയുക. ഒന്നാമത്തെ മാനേജ്മെൻറ്റ് ഫീസ്. ഇത് പൊതുവെ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ആണ്. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത 1 കോടി രൂപയാണെങ്കിൽ അതിൻ്റെ 2% ആയ 2 lakh rupees-ആണ് അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫീസാണ് പെർഫോമൻസ് ഫീസ്. ഇത് ടിപ്പിക്കലി 20% ആണ്. എക്സാമ്പിൾ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് 1 കോടി രൂപയാണെങ്കിൽ അത് പിന്നീട് ഗ്രോ ചെയ്ത് 1 കോടി 20 ലക്ഷമായെന്ന് വിചാരിക്കുക. അപ്പോൾ 20 ലക്ഷത്തിൻ്റെ 20% ആയ 4 lakhs അവരെടുക്കും. ആ പൈസ ലോസിലേക്ക് പോയാൽ ഒട്ടുമിക്ക ഹെഡ്ജ് ഫണ്ട്സും പെർഫോമൻസ് ഫീസ് എടുക്കില്ല. പക്ഷേ മാനേജ്മെൻറ്റ് ഫീ ഫിക്സ്ഡ് ആണ്. ഇത് നമുക്കൊരു എക്സാമ്പിളായിട്ട് നോക്കാം. ഈ ഒരു ഹെഡ്ജ് ഫണ്ട് മാനേജർ മാനേജ് ചെയ്യുന്നത് 100 മില്യൺ ആണെന്ന് വിചാരിക്കുക. സോ എല്ലാ വർഷവും ഇയാൾക്ക് 2% മാനേജ്മെൻറ്റ് ഫീ കിട്ടും. അതായത് 2 മില്യൺ. ഇതിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ട് ലോസ് ആയാലും ഈ 2 മില്യൺ ആൾക്ക് കിട്ടും. അതുപോലെ തന്നെ പെർഫോമൻസ് ഫീ 20% ആണ്. അപ്പോൾ 30 മില്യൺ പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. 30 മില്യൻ്റെ 20% എന്ന് പറഞ്ഞാൽ 6 മില്യൺ. അപ്പോൾ ടോട്ടൽ ഇയാൾക്ക് ഒരു വർഷം 8 മില്യൺ ഏൺ ചെയ്യാൻ പറ്റി. ഇനി കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ട് ബില്യൺസിലൊന്ന് കൂട്ടി നോക്കാം. ആക്ച്വലി ബില്യൺസ് ആണ് ഹെഡ്ജ് ഫണ്ട് മാനേജ് ചെയ്യുന്നത്. സോ 100 ബില്യൺ ആണ് ഇവിടെ മാനേജ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ മാനേജ്മെൻറ്റ് ഫീസ് 2% എന്നത് 2 ബില്യൺ ആവും. പെർഫോമൻസ് ഫീ എന്നുള്ളത് 6 ബില്യൺ ആവും. അപ്പോൾ ടോട്ടൽ 8 ബില്യൺ ആണ് അവർക്ക് ഒരു വർഷം ഏൺ ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ ആദ്യം പറഞ്ഞ ആൾക്കാർ എങ്ങനെയാണ് ഇത്രയും പൈസ ഉണ്ടാക്കിയതെന്ന്? ഇനി ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് നോക്കാം. സോ ഹെഡ്ജ് ഫണ്ട് എന്ന് പറയുന്നത് പല വിധമുണ്ട്. നമുക്കിപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള 3 ഹെഡ്ജ് ഫണ്ട്സ് നോക്കാം. ഗ്ലോബൽ മാക്രോ, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ഇവൻറ്റ് ഡ്രിവൺ. ഗ്ലോബൽ മാക്രോ സ്ട്രാറ്റജി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻഡിവിജ്വൽ കമ്പനീസിലല്ല ഫോക്കസ് ചെയ്യുന്നത്. പകരം ഗ്ലോബൽ കാര്യങ്ങളാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുക. എക്സാമ്പിൾ, ഇൻട്രസ്റ്റ് റേറ്റ്സ്, കറൻസി വാല്യൂസ്, കമ്മോഡിറ്റി പ്രൈസസ്, പൊളിറ്റിക്സ്,
എന്ന് വെച്ചാൽ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ വാർ കിടക്കാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അവർ ഓയിലിൽ ഇൻവെസ്റ്റ് ചെയ്യും. ബിക്കോസ് വാർ നടന്നു കഴിഞ്ഞാൽ ഓയിൽ പ്രൈസ് ഹൈക്കാവും. അതുകൊണ്ട് അവർ ഓയിലിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവരൊരു മരം മാത്രമല്ല അവർ ഫോക്കസ് ചെയ്യുക, അവരൊരു കാർഡ് മൊത്തം വീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ്സ്, കറൻസി വാല്യുവേഷൻസ്, പൊളിറ്റിക്സ്, എന്നിട്ട് അതിനനുസരിച്ചാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എടുക്കുക. ടിപ്പിക്കലി ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം മീഡിയം ടു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിരിക്കും. അടുത്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഹെഡ്ജ് ഫണ്ട്സ്. ഈ ഹെഡ്ജ് ഫണ്ട്സ് ട്രേഡ് ചെയ്യുന്നത് ഹ്യൂമൻസ് അല്ല. അതെ, ഇവിടെ ട്രേഡിംഗ് ഡിസിഷൻസ് എടുക്കുന്നത് കമ്പ്യൂട്ടേഴ്സും ആൽഗോരിതംസും ആണ്. എപ്പോൾ വാങ്ങണം എപ്പോൾ വിൽക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് കമ്പ്യൂട്ടേഴ്സാണ്. അപ്പോൾ അതെന്തായിരിക്കും സെറ്റപ്പ്? അതിനെയാണ് ഓട്ടോമാറ്റിക് ട്രേഡിംഗ് എന്ന് പറയുക, അല്ലെങ്കിൽ ആൽഗോ ട്രേഡിംഗ് എന്നൊക്കെ വിളിക്കും. ഈ ആൽഗോരിതംസ് എല്ലാം മേക്ക് ചെയ്യുന്നത് മാത്തമാറ്റീഷ്യൻസും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റുകളായിരിക്കും. കോംപ്ലക്സ് ആയിട്ടുള്ള ഫോർമുലാസും പാറ്റേൺസും എല്ലാം സ്പോട്ട് ചെയ്യാനുള്ള കഴിവ് ഈ ആൽഗോരിതംസ് ഉണ്ടാക്കിയെടുക്കും. ഇത് പൊതുവേ ഷോർട്ട് ടൈം ട്രേഡ്സ് ആയിരിക്കും. ചിലപ്പോൾ മിനിറ്റുകൾ ഹോൾഡ് ചെയ്യും, ചിലപ്പോൾ സെക്കൻഡിൽ തന്നെ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കും. ഇവരുടെ സ്ട്രാറ്റജീസ് എല്ലാം അവർ ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കും. ആൽഗോ ട്രേഡിങ്ങിനെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, അതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്യാം. ആൻഡ് ലാസ്റ്റ്ലി, ഈവൻറ്റ് ഡ്രിവൺ ഹെഡ്ജ് ഫണ്ട്സ്. ഇവർ ചെയ്യുന്നത് ഏതെങ്കിലും കമ്പനീസിൻ്റെ അക്വിസിഷനോ ഏർണിങ്സ് കോൾസ് മീൻസ് കമ്പനീസിൻ്റെ പ്രോഫിറ്റ് എത്ര മേക്ക് ചെയ്തതെന്ന്, അല്ലെങ്കിൽ ഒരു കമ്പനീൻ്റെ ബാങ്ക്രപ്സി ആയാലും ഇവർ റിസർച്ച് ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇനി ഒരു ഹെൽത്ത് കെയർ കമ്പനി ആണെങ്കിൽ ഒരു മെഡിസിൻ ഇറക്കിയാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു യെസ് ഓർ നോയ്ക്ക് വേണ്ടിയിട്ട് ഇവർ വെയിറ്റ് ചെയ്യും. കാരണം യെസ് ആണെങ്കിൽ ഇവർ ആ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തും. ഈ ഹെഡ്ജ് ഫണ്ടും ഗ്ലോബൽ മാക്രോ പോലെ തന്നെ ഹൈലി റിസ്കിയസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് നടത്താറ്. ടിപ്പിക്കലി ഷോർട്ട് ആൻഡ് മീഡിയം ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണിത്. ഇനി ഹെഡ്ജ് ഫണ്ട്സിൻ്റെ റിസ്ക് ആൻഡ് റെഗുലേഷൻസ് നോക്കാം. ഹെഡ്ജ് ഫണ്ടിൻ്റെ അർത്ഥം പ്രൊട്ടക്ട് ദ മണി എന്നത് അപ്പോൾ ഒട്ടും സ്യൂട്ടായിട്ടുള്ളൊരു വേർഡല്ല. ഹൈ റിസ്ക് എടുക്കാൻ കാരണം ഇതിൻ്റെ റെഗുലേഷൻസ് കുറവായതുകൊണ്ടാണ്. അതായത് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ അവിടുത്തെ ഫണ്ട് മാനേജേഴ്സ് ഒരിക്കലും ഒരു സ്റ്റോക്കിൽ മാത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു ബിറ്റ് കോയിനിലോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യില്ല. അവർ പൂൾഡ് മണിയെല്ലാം ഡൈവേഴ്സിഫൈ ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഒരിക്കലും കോംപ്ലക്സ് ഡെറിവേറ്റീവ്സിൽ അവർ ട്രേഡ് ചെയ്യില്ല. അതുപോലെ ടു മച്ച് ലിവറേജ് ഒന്നും അവർ യൂസ് ചെയ്യില്ല. മറിച്ച് ഹെഡ്ജ് ഫണ്ട് ഈ പൂൾഡ് മണി വെച്ചിട്ട് ഹൈ ലിവറേജ് വെച്ചും വലിയ ബെറ്റുകൾ വെച്ചിട്ടും അതുപോലെ കോംപ്ലക്സ് ഡെറിവേറ്റീവ്സിലും ട്രേഡ് ചെയ്യും വിത്തൗട്ട് റെസ്ട്രിക്ഷൻസ്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 1992 ജോർജ് സോറോസ് എന്ന് പറയുന്ന ഒരു ഹെഡ്ജ് ഫണ്ട് ബ്രിട്ടീഷ് പൗണ്ട് കറൻസി ഷോർട്ട് ചെയ്ത് $1 ബില്യൺ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒറ്റൊരു ദിവസം. ആ ഒരു ഡേ ബ്ലാക്ക് വെൻസ്ഡേ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ആ ഒരു ഡേയിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തകർന്നു പോയി. അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. കറൻസി വാല്യുവേഷനെ പറ്റി പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.